ഹല്ലേലൂയ. ഞാൻ എപ്പോഴും നെവർ നെവർ ഗിവ് അപ്പ് നിങ്ങളോട് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ സഡൻലി എൻ്റെ സ്പൈനലിന് ചെറിയൊരു പ്രോബ്ലമായി. നേഴ്സ് ബൾജിങ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ശ്വാസം വിടാൻ പറ്റത്തില്ല, ബെഡിൽ കിടക്കുകയാണ്. 24 hours ആകുന്നു. അറിയാം, കുട്ടികൾക്കും ഹസ്ബൻഡിനും ഒക്കെ ബുദ്ധിമുട്ടാകും. എന്ത് ചെയ്യണമെന്നറിയാത്ത സിറ്റുവേഷനിൽ രാത്രിയിൽ അനങ്ങാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനേ പറ്റത്തില്ല, ഉറക്കമേ വരുന്നില്ല. മൗനമായിരുന്നു. രാവിലെ കർത്താവേ, നിൻ്റെ കൃപ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ അങ്ങോട്ട് പറയാണ്, കർത്താവേ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീയും എൻ്റെ കൂടെയുണ്ട്. എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കത്തില്ല. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് കർത്താവേ. ഞാൻ നിന്നിലാണ് ആശ്രയിക്കുന്നത്. ദൈവവേദലേ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വിശ്വാസത്തിലായിരിക്കുന്ന ദൈവവേദലിനോട് പറയുന്നത്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബാൽക്കണിയിലാണ്. എങ്ങനെ ഞാൻ ഇവിടെ വരെ നടന്നു വന്നെന്ന്, ഇസ് ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ അസ്. സൺഡേ മീറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്കിലും ക്യാൻസൽ ചെയ്തില്ല. കുറച്ച് പേരൊക്കെ വന്നു, എല്ലാവരും പ്രാർത്ഥിച്ചു. ഹൃദയത്തിൽ എല്ലാവരെയും ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ആരും പേഴ്സണലി ഒന്നും പ്രാർത്ഥിക്കേണ്ട, ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ആ മക്കളൊക്കെ അങ്ങനെ, അവരൊക്കെ ആ ഒരു ട്രെയിനിങ്ങിൽ തന്നെ പോകുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അനേകർ സഹോദരിമാർ എഴുന്നേൽക്കുകയാണ്. 2026 ദൈവം തന്ന പ്രോമിസ് എന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് ശുശ്രൂഷയുണ്ടെന്നുള്ളതാണ്. സ്ത്രീകൾ എഴുന്നേൽക്കുവാനാണ് 2026 സ്ത്രീകളെ എഴുന്നേൽപ്പിക്കുന്ന ഫസ്റ്റ് ശുശ്രൂഷ തന്നെ UP നടക്കുന്നത്. പോവുകയല്ല, സോമിലൂടെ ആയിരിക്കും ഫസ്റ്റ്. എന്തിനാ അതിപ്പോഴേ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ ന്യൂ 26 തന്നെ നമ്മളെ ഏൽപ്പിച്ചത് നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം, പിശാചിനും അവൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ നടപ്പും നമ്മുടെ ഭാവവും ഒക്കെ കാണുമ്പോൾ. പക്ഷേ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നീ ആസ് ലോങ് ആസ് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ അവനൊന്നുമേ ചെയ്യാൻ പറ്റത്തില്ല. ശരീരത്തിൽ ചില ക്ലേശത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും, പക്ഷേ അത് എൻഡല്ല. എങ്ങനെ ഇരുന്നാലും മില്ലേനിയത്തിൽ ഞാൻ അപ്പനോടും കർത്താവിനോടും കൂടെ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും, ആ ഒരു നൃത്തം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഗീവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യരുത്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ്, ചെറിയ മോനോട്. അവർ വരുമ്പോൾ ഷോക്കാവും എന്നെ ഇങ്ങനെ കാണുമ്പോൾ. കാരണം ഞാൻ മൂവ് ചെയ്യാൻ പോലും കിടന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നെവർ നെവർ ഗീവ് അപ്പ്. ഗോഡ്സ് ഗ്രേസ് ഈസ് വിത്ത് യു. സൂര്യൻ ഉദിക്കും, ചന്ദ്രൻ വരും, പിന്നെ സൂര്യൻ ഉദിക്കും. ചിലതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്, മിണ്ടാതിരുത്തിക്കുകയാണ്. കാരണം വലിയൊരു ദൗത്യം നമ്മുടെ കയ്യിൽ ചെല്ലുന്നതിന് മുമ്പ് നമ്മളെ ട്രെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ വീണു പോകാൻ സാധ്യതയുണ്ട്. ആളുകൾ നമ്മളെ വിറ്റുപോകുമ്പോൾ, ഒറ്റപ്പെടുമ്പോഴൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്, എല്ലാം പഠിപ്പിക്കുകയാണ്. എല്ലാവരെയും ബ്ലസ് ചെയ്യുക. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നിർജ്ജന ദേശത്തും വഴിയൊരുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അമ്മ മറന്നാലും മറക്കില്ല. ഒരു ദേശം ഒരു ദിവസം കൊണ്ട്